പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പത്രോസിനെ തടവിലാക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ രാജാവ് വാളുകൊണ്ട് കൊന്നു. പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്നലകളിൽ യാക്കോബിന് വേണ്ടിയും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോന്നു. യാക്കോബിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുവാൻ ഇടയായില്ല. യാക്കോബിനെ കൊന്നുകളഞ്ഞു. ഇന്നലെ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ഇനി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് സഭ കരുതിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും മറുപടി കിട്ടിയില്ലെന്ന് വരാം എന്ന് കരുതി പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. യാക്കോബിന്റെ വിഷയത്തിന്റെ മറുപടി ദൈവത്തിന്റെ ഹിതം അങ്ങനെയായിരുന്നുവെങ്കിൽ പത്രോസിന്റെ വിഷയത്തിന്റെ മറുപടി നീ പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.